ഹലോ, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എല്ലാ വീട്ടമ്മമാർക്കും ഒരുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള നല്ല കുറച്ച് ഹോം മെയിൻ്റെനൻസ് ഹാക്കുകളാണ് കാണിക്കുന്നത്. പ്രത്യേകിച്ച് മഴക്കാലം തുടങ്ങി ഇനിയിപ്പം നമുക്ക് രോഗങ്ങളും അതുപോലെ തന്നെ നമ്മുടെ വീടൊക്കെ ആകെ വൃത്തികേടൊക്കെ ആയി കിടക്കുന്ന ഒരു അവസ്ഥയൊക്കെയാണ് വരുന്നത്. അപ്പോൾ അതൊക്കെ മാറ്റിയെടുക്കാൻ പറ്റിയ കുറച്ചധികം കാര്യങ്ങളാണ്. അപ്പോൾ കണ്ടു നോക്കാം, യൂസ്ഫുള്ളാകും. എങ്കിൽ നമുക്ക് ആദ്യത്തെ ടിപ്പിലോട്ട് പോകാം. നമ്മൾ ചോറ് വെക്കുന്ന അരി ആയാലും നമ്മൾ ഇഡലി ദോശയൊക്കെ ഉണ്ടാക്കുന്ന പച്ചരി ആയാലും ഏത് അരി ആയാലും നമുക്ക് ഈ മഴക്കാലമൊക്കെ അല്ലേ പെട്ടെന്ന് പൂപ്പൽ വരും. അപ്പോൾ അത് അങ്ങനെ വരാതിരിക്കാനായിട്ട് പറ്റിയ നല്ലൊരു ടിപ്പാണ് ഇതുപോലെ 1-2 ബേ ലീഫ് നമ്മൾ അരിയിലേക്ക് ഇങ്ങനെ ഇറക്കി വെക്കുക. ഇങ്ങനെ വെക്കുകയാണെങ്കിൽ നമുക്ക് അരി പൂപ്പലൊന്നും വരാതെ കുറേ നാൾ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും. അപ്പോൾ നല്ലൊരു ടിപ്പാണ്, ട്രൈ ചെയ്ത് നോക്കണേ. ഇനി നമുക്ക് ഉഴുന്നിൻ്റെ കാര്യം നോക്കാം. ഉഴുന്നായാലും ഈ മഴക്കാലമൊക്കെ ആയതുകൊണ്ട് പെട്ടെന്ന് ഇത് തണുപ്പ് പിടിച്ചിട്ട് പൂപ്പൽ വരും. അപ്പം ഉഴുന്നിൽ മാത്രമല്ല, നമുക്ക് പയറ്, പരിപ്പ്, കടല ഇങ്ങനെയുള്ളതിലെല്ലാം ഈ ഒരു രീതി ചെയ്താൽ മതി. 1-2 വറ്റൽമുളക് ഒന്ന് കട്ട് ചെയ്തിട്ടാൽ മതി. നമുക്ക് കേടാകാതെ പ്രാണികളും വരാതെ പൂപ്പൽ പിടിക്കാതെ സ്റ്റോർ ചെയ്യാൻ പറ്റും. ഇനി നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മളിതുപോലെ കിച്ചണിലും നമ്മുടെ വീട്ടിലെവിടെയായാലും ഇതുപോലെ മണി പ്ലാന്റ് ഒക്കെ വളർത്തുന്നുണ്ടെങ്കിൽ അതിൽ ഡെയിലി അതിൻ്റെ വെള്ളം ഒന്ന് മാറ്റി കൊടുക്കണം. പ്രത്യേകിച്ച് ഇപ്പോൾ മഴക്കാലമാണ്, ചെറിയ ചെറിയ ഈ കൊതുകിൻ്റെയൊക്കെ കൂത്താടികളില്ലേ, അതൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഡെയിലി ഇതിൻ്റെയൊക്കെ വെള്ളം ഒന്ന് മാറ്റി കൊടുക്കണേ. ഇനി നമ്മുടെ അടുത്ത ടിപ്പ് നോക്കാം. നമ്മുടെ ഒക്കെ കിച്ചണിൽ ഇതുപോലെ വേസ്റ്റ് ബിൻ ഉണ്ടെങ്കിൽ നമ്മൾ ഡെയിലി ഇതിലെ വേസ്റ്റൊക്കെ ഒന്ന് എടുത്ത് കളഞ്ഞതിന് ശേഷം നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കി കൊണ്ടുവന്നിട്ട് ഇതിലേക്ക് നമ്മൾ കുറച്ച് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കണം. ഇങ്ങനെ നമ്മൾ ബേക്കിംഗ് സോഡ ഇട്ടതിന് ശേഷം ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കവറോ വല്ലോ ഇതിൽ വെച്ചിട്ട് നമ്മൾ വേസ്റ്റ് ഇട്ട് കൊടുക്കണം. അപ്പോൾ അങ്ങനെയാകുമ്പോൾ ബാഡ് സ്മെല്ലൊന്നും വരത്തില്ല. പിന്നെ ഇപ്പോൾ മഴക്കാലമൊക്കെ ആയതുകൊണ്ട് നമ്മൾ 1-2 തവണ ഇത് നിറയാൻ നോക്കി നിൽക്കേണ്ട. അതിന് മുന്നേ തന്നെ വേസ്റ്റ് എടുത്തിട്ട് നമ്മൾ എവിടെയാണോ ഡിസ്പോസ് ചെയ്യുന്നത് അവിടെ കൊണ്ട് കളയാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി നമ്മൾ ചെയ്യാനുള്ളൊരു കാര്യം, നമുക്ക് ഈ മഴക്കാലമൊക്കെ ആയതുകൊണ്ട് ചില സമയത്തൊക്കെ ഒരു ചെറിയ വെയിലൊക്കെ വരികയാണെങ്കിൽ ആ സമയത്ത് നമ്മൾ ഇതുപോലെ അലക്കിയൊക്കെ മടക്കി വെച്ചിരിക്കുന്ന ബ്ലാങ്കറ്റോ പുതപ്പുകളോ ഒക്കെ നമുക്ക് ആ വെയിലൊന്ന് കൊള്ളിക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതാണെങ്കിൽ നമ്മൾ 3-4 ദിവസമൊക്കെ കൂടുമ്പം അലക്കുമല്ലോ. അപ്പോൾ അതിന് മുന്നേ നമ്മൾ ഡെയിലി ഇതുപോലെ വെയിൽ കാണുകയാണെങ്കിൽ ഒരു 5 മിനിറ്റ് ഒന്ന് വെയിൽ കൊള്ളിച്ച് ചൂടാക്കിയിട്ട് നമ്മൾ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ അലമാരി മടക്കി വെച്ചിരിക്കുന്നതാണെങ്കിൽ നമുക്ക് ഈ മഴക്കാലമൊക്കെ ആയതുകൊണ്ട് തണുപ്പ് പിടിക്കും. അതുകൊണ്ട് ഇങ്ങനെ ഒരു ചെറിയ വെയിൽ കാണുമ്പോൾ ഒന്ന് ചൂടാക്കിയിട്ട് നമ്മളെടുത്ത് മടക്കി വയ്ക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. പിന്നെ ഇതുപോലെ നമ്മൾ കുറച്ച് വെയിൽ കാണുമ്പം നമ്മൾ മാറ്റുകളൊക്കെ ഒന്ന് വെയിലത്തിട്ട് ചൂടാക്കാനായിട്ടൊന്ന് ശ്രദ്ധിച്ചാൽ നന്നായിരിക്കും. ഇനി അടുത്തായിട്ടുള്ളൊരു പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ പുറത്തൊക്കെ പോയിട്ട് വരുന്ന ഷൂ കാര്യങ്ങൾ ഇതൊക്കെ നന്നായിട്ടൊന്ന് ഉണങ്ങിയതിന് ശേഷം മാത്രമേ നനവുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സ്റ്റാൻഡിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കാവുള്ളൂ. ഇല്ലെങ്കിൽ ആകെ ഒരു ബാഡ് സ്മെല്ലായിരിക്കും. നന്നായിട്ട് വെയിൽ കൊള്ളിക്കാൻ പറ്റുന്നതാണെങ്കിൽ ആ ടൈപ്പൊക്കെ ഒന്ന് വെയിൽ കൊള്ളിച്ചിട്ടും കൂടെ ഒന്ന് ഉണക്കിയതിന് ശേഷമേ നമ്മൾ ഈ സ്റ്റാൻഡിൻ്റെ ഉള്ളിൽ വയ്ക്കാവുള്ളൂ. ഇപ്പോൾ നമ്മളൊരു 10 മിനിറ്റ് വെയിൽ കിട്ടിയപ്പോൾ ഉണങ്ങാനിട്ട മാറ്റുകളൊക്കെ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ മഴ വരും, അതുകൊണ്ട് നമ്മൾ വേഗം അതൊക്കെ നോക്കി എളുപ്പം എടുത്തിടണം. നമ്മൾ ഈ മഴക്കാലത്ത് ശ്രദ്ധിക്കേണ്ട ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്, നമ്മൾ ഫുഡൊക്കെ അതിപ്പം ബ്രേക്ക്ഫാസ്റ്റ് ആയാലും ഡിന്നർ ആയാലും ലഞ്ച് ആയാലും എല്ലാം നമ്മൾ ചൂടോടുകൂടിയുള്ള ഭക്ഷണം കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ വെള്ളമാണെങ്കിലും തിളപ്പിച്ചാറിയ ഇളം ചൂടുവെള്ളം മാത്രമേ ഈ മഴക്കാലത്ത് നമ്മൾ കുടിക്കാവൂ. കുട്ടികൾക്കൊക്കെ ആണെങ്കിലും അത്യാവശ്യം ചൂട് നിൽക്കുന്ന പാത്രങ്ങളിൽ ഫുഡൊക്കെ കൊടുത്തു വിടാനായിട്ട് ശ്രദ്ധിക്കുക. ഇനിയിപ്പോൾ അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ പുറത്തൊക്കെ പോകുമ്പോൾ മഴക്കാലമാണ്, വണ്ടികളിൽ ഇതുപോലൊരു കുട കരുതുന്നത് നന്നായിരിക്കും. ഇല്ലെങ്കിൽ നമുക്ക് പുറത്തിറങ്ങേണ്ട ആവശ്യം വന്ന മഴയാണെങ്കിൽ പ്രശ്നമാകും. ഇനി നമ്മൾ കിച്ചണിൽ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ് പരിചയപ്പെടുത്തുന്നത്. നമ്മുടെ ഈ കിച്ചൺ സിങ്കിന് തീരെ കുഴി കുറവായതുകൊണ്ട് വെള്ളം ഈ ടാപ്പിൽ നിന്ന് എപ്പോഴും ഇങ്ങനെ പുറത്തേക്ക് തെറിച്ചിട്ട് കിച്ചൺ മുഴുവൻ വെള്ളമാകുമായിരുന്നു. അപ്പോൾ ഞാൻ ഈ കിച്ചൺ സിങ്കിൻ്റെ വരിപ്പിലൊരു ടവലിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ഒരു പരിഹാരമായിട്ട് ഞാൻ ആമസോണിൽ നിന്ന് കഴിഞ്ഞ ദിവസം ഓർഡർ ചെയ്ത് വന്നിട്ടുള്ളതാണ് ടർബോ ഫ്ലെക്സ് എന്ന് പറയുന്ന ഈ ഒരു സംഭവം. ഇത് നമ്മൾ ടാപ്പിൽ ഫിറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്, 360 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുന്നതാണ്. ഇതിപ്പോൾ നമ്മളൊന്ന് അൺബോക്സ് ചെയ്തിട്ട് ഇത് നമുക്ക് ടാപ്പിൽ ഫിറ്റ് ചെയ്യാം. നമ്മളിത് വെറുതെ ഇങ്ങനെ എടുത്തിട്ട് ഇതിൻ്റെ ആ ഒരു ഇത് കണ്ടോ, ഇത് നമുക്ക് ടാപ്പുമായിട്ട് കറക്റ്റാണിത്. അപ്പോൾ നമുക്കിത് വെറുതെ ഇങ്ങനെ തിരിച്ചു കൊടുത്തിട്ട് ഇങ്ങനെ ഒന്ന് ടൈറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഇത് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ്. ഇതാകുമ്പം വെള്ളം ഒരുപാട് ഇങ്ങനെ പുറത്തേക്ക് പോവുമോ അങ്ങനെയൊന്നുമില്ല, കറക്റ്റായിട്ട് നമുക്ക് ഇത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ്. ഇതിൻ്റെ വില എന്ന് പറയുന്നത് 420 രൂപയാണ്. നേരത്തെ നമ്മൾ സിങ്കൊക്കെ ക്ലീൻ ചെയ്യുമ്പം കപ്പിൽ വെള്ളം പിടിച്ചാണ് ഞാൻ ഇതുപോലെ ക്ലീൻ ചെയ്തുകൊണ്ടിരുന്നത്. ഇനിയിപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇത് കണ്ടോ, നന്നായിട്ട് നമുക്ക് ആ ഒരു സിങ്ക് ഏരിയ ഫുള്ളായിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. വെള്ളം പുറത്തേക്ക് തെറിക്കുന്നൊന്നുമില്ല. പ്രത്യേകിച്ച് ഇപ്പം മഴക്കാലമൊക്കെ ആയതുകൊണ്ട് നമ്മുടെ കിച്ചണൊക്കെ എപ്പോഴും ഡ്രൈ ആക്കി ഇടാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. അപ്പം ഇതൊരു യൂസ്ഫുൾ പ്രൊഡക്റ്റാണ്. ഇനി നമുക്ക് അടുത്ത ഒരു ഇമ്പോർട്ടൻറ്റ് ടിപ്പ് നോക്കാം.
നമ്മുടെയൊക്കെ കബോർഡിനുള്ളിൽ ഡ്രസ്സൊക്കെ നമ്മൾ മടക്കി വെച്ചിരിക്കുന്നിടത്ത്, പ്രത്യേകിച്ച് ഇപ്പം മഴക്കാലത്ത് എന്തായാലും നന്നായിട്ട് നമ്മൾ ഉണങ്ങി മടക്കി വെച്ചിരിക്കുന്ന ഡ്രസ്സൊക്കെ ആണെങ്കിലും ചെറിയൊരു ബാഡ് സ്മെല്ല് പോലെ വരും. അപ്പോൾ അത് ഒഴിവാക്കാൻ പറ്റിയ നല്ലൊരു ടിപ്പാണ്. ഇതുപോലെ ഒരു ടിഷ്യൂ പേപ്പറിലേക്ക് 1 2 കർപ്പൂരം നമ്മൾ ഇതുപോലെ കട്ട പൊടിച്ചൊന്ന് ഇട്ട് കൊടുക്കുക. ശേഷം ഇത് നന്നായിട്ടൊന്ന് മടക്കുക. കർപ്പൂരത്തിൻ്റെ ഒരു നല്ല സ്മെല്ലുണ്ടല്ലോ, അതെല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സ്മെല്ലായതുകൊണ്ട് തന്നെ നമുക്കിത് ഡ്രസ്സിൻ്റെ ഉള്ളിലൊന്നും വെച്ചാൽ യാതൊരു കുഴപ്പമില്ല. അപ്പോൾ ഇത് നമ്മളിത് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ നമ്മുടെ അലമാരിയുടെ ഉള്ളിൽ, ഡ്രസ്സിൻ്റെ ഇടയിൽ. പിന്നെ ഇത് വെച്ച് കൊടുക്കുന്നതുകൊണ്ട് മറ്റൊരു ഗുണം കൂടിയുണ്ട്. പ്രാണികളോ ചെറിയ ഉറുമ്പോ കാര്യങ്ങളോ ഇതൊന്നും നമ്മുടെ ഡ്രസ്സിൻ്റെ ഉള്ളിലൊന്നും കയറത്തില്ല. ഇത് നമുക്ക് കിച്ചൺ കബോർഡിൻ്റെ ഉള്ളിലും പരീക്ഷിക്കാവുന്നതേ ഉള്ളൂ. ഇങ്ങനെ കർപ്പൂരം ടിഷ്യൂലാക്കി വെച്ച് കൊടുക്കാം. അപ്പോൾ ആ ഒരു ടിപ്പ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ട്രൈ ചെയ്ത് നോക്കുക. ഇനി നമുക്ക് ഈ മഴക്കാലത്ത് ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ ഫ്രിഡ്ജിൽ നിന്നും യാതൊരു ഫുഡ് ഐറ്റംസും തണുപ്പോടുകൂടി കഴിക്കരുത്. ഇത് ചൂടാക്കാനായിട്ട് ഏകദേശം 1 മണിക്കൂർ മുന്നേ എടുത്ത് തണുപ്പ് പോയതിന് ശേഷം മാത്രം ചൂടാക്കി നമ്മൾ ഉപയോഗിക്കുക. ഇനി നമുക്ക് മഴക്കാലത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ മഴക്കാലത്ത് എന്തായാലും പുറത്തൊക്കെ പോകുമ്പം കുട ഉപയോഗിക്കുമല്ലോ. അപ്പോൾ ഈ കുട നനഞ്ഞ പടി നമ്മൾ വീടിൻ്റെ ഉള്ളിലേക്ക് കയറ്റിക്കൊണ്ട് വരാതെ നമ്മൾ പുറത്തൊരു ബക്കറ്റ് വല്ലതും വെച്ചിട്ട് അതിൽ നനഞ്ഞ കുടകളൊക്കെ വെച്ച് ആ ഒരു വെള്ളമൊക്കെ പോയിട്ട് ചെറിയ വെയിൽ വരുമ്പോൾ പുറത്ത് വെച്ച് ഉണക്കിയതിന് ശേഷം നമ്മൾ വീടിൻ്റെ ഉള്ളിലേക്ക് കയറ്റാവും. ഇനി നമുക്ക് നല്ലൊരു യൂസ്ഫുൾ ടിപ്പും കൂടി നോക്കാം. നമ്മുടെ കയ്യിൽ ഇതുപോലെ നാഫ്തലിൻ ബോൾസ് ഉണ്ടെങ്കിൽ ഒരെണ്ണം എടുത്ത് നമുക്കിതുപോലെ സിങ്കിൽ നമ്മൾ കിടക്കാൻ പോകുന്നതിന് മുമ്പ് ഇട്ട് വെക്കുകയാണെങ്കിൽ നമ്മുടെ കിച്ചണിൽ, പ്രത്യേകിച്ച് ഇപ്പം മഴക്കാലത്ത് പാറ്റകളുടെയൊക്കെ ശല്യം കൂടുതലായിരിക്കും. പാറ്റ തന്നെയല്ല, ഈച്ച ഇങ്ങനെയുള്ളതൊന്നും നമ്മുടെ ഈ ഒരു സിങ്കിൽ കൂടി നമ്മുടെ കിച്ചണിലേക്കൊന്നും വരാതെ ഇരിക്കും. ഇതിൻ്റെ ഒരു രൂക്ഷഗന്ധം ഉണ്ടല്ലോ, അതുകൊണ്ട് തന്നെയാണ്. അപ്പം ഈ ഒരു ടിപ്പ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നമ്മുടെ കിച്ചണിൽ നല്ലൊരു സ്മെല്ലും ആയിരിക്കും ഇതുപോലെ നാഫ്തലിൻ ബോൾസ് ഇട്ട് വെച്ചാൽ. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഈ ഒരു ചെറിയ വീഡിയോ. എല്ലാ വീട്ടമ്മമാർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. നമ്മൾ മഴക്കാലത്ത് ഇതുപോലുള്ള കുറച്ച് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്കൊരു പരിധിവരെ നമുക്ക് മഴക്കാലത്തുണ്ടാകുന്ന രോഗങ്ങളും കാര്യങ്ങളൊക്കെ തടയാനും നമ്മുടെ വീടൊക്കെ എപ്പോഴും നല്ല നീറ്റായിട്ടിരിക്കാനും അതുപോലെ തന്നെ നമ്മുടെ ഭക്ഷണ കാര്യങ്ങളൊന്നും അധികം വേസ്റ്റ് ആകാതെയൊക്കെ ഇരിക്കാനും ഒക്കെ പറ്റും. അപ്പം ഈ ടിപ്സുകൾ എല്ലാവരും ഒന്ന് ചെയ്തു നോക്കുക. എന്നും പറയുന്ന പോലെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. വീണ്ടും മറ്റൊരു യൂസ്ഫുൾ വീഡിയോയുമായിട്ട് കാണാം. എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക. ബൈ.